നമസ്കാരം ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേഴ്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് PES 2021 ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ PUBG ലൈറ്റിൻ്റെ ഗെയിം ഇപ്പോൾ നമ്മൾ കളിക്കുന്നില്ല. കാണുന്ന വെച്ചാൽ PUBG ലൈറ്റ് ഇപ്പോൾ ഒഫീഷ്യലി സെർവർ ബാൻ ചെയ്തേക്കുകയാണ്. അപ്പം PUBG ഇന്ത്യയുടെ ഒക്കെ തിരിച്ചറിവിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ VPN വെച്ചൊക്കെ കളിക്കാൻ ഭയങ്കര പാടാണ്, അതാണ് നമ്മളിപ്പോൾ കളിക്കാത്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഏത് ഗെയിമാണ് കളിക്കണ്ടേന്ന്. അപ്പോൾ കുറേ മച്ചന്മാർ പറഞ്ഞു ബ്രോ PES 2021 കളിക്കാൻ. അപ്പോൾ PES 2021 കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് ചോദിച്ചു ബ്രോ ഇതിൻ്റെ ചൈനീസ് വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ചൈനീസ് വേർഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഒരു ചെറിയ ഇൻട്രോടൊപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ടാകാം. അപ്പോൾ ഗൈസ്, ഈ PES 2021 ചൈനീസ് വേർഷൻ്റെ നമുക്ക് APK ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വേണ്ടി വരും. അതിൻ്റെ പേര് ടാപ്പ് എന്നാണ്. അപ്പോൾ ടാപ്പ് നിങ്ങൾക്ക് എവിടെ ഗൂഗിൾ ക്രോം യൂസി ബ്രൗസർ എവിടെ ചെയ്താലും കിട്ടും. പിന്നെ അതിവിടെ ജസ്റ്റ് ടാപ്പ് APK ഡൗൺലോഡിന് ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് കയറി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് ടാപ്പ് മൊബൈൽ സൈലൻറ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പം ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇവിടെ ആൻഡ്രോയിഡിൻ്റെ അടിയിലും ആൻഡ്രോയിഡ് നിങ്ങൾ ഏത് ആൻഡ്രോയിഡ് പിടിച്ചിരിക്കാനും നിങ്ങളുടെ ഇത് ഡൗൺലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഡൗൺലോഡായി വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പം ഇത് ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് ഗെയിംസിൻ്റെ പോലത്തെ ഇങ്ങനത്തെ പടം വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്താലും ഒരു കുഴപ്പമില്ല ഗൈസ്, നമുക്കിവിടെ ഗെയിം ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോഴും PUBG മൊബൈൽ, PUBG കൊറിയൻ, PUBG വിയറ്റ്നാം എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. PUBG മൊബൈൽ ലൈറ്റ്. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് PES അടിച്ചു കൊടുത്താൽ മതി. PES അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഇതാണ് PESൻ്റെ ഒഫീഷ്യൽ ചൈനീസ് വേർഷൻ. ഇവിടെ PES 2020 തന്നെയാണ് കിടക്കുന്നത്, കാരണം ഇത് ചൈനീസിൻ്റെ വേർഷനിൽ ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് PESൻ്റെ ഒഫീഷ്യൽ ചൈനീസ് വേർഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ഡൗൺലോഡ് എന്നായിരിക്കും കിടക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഓപ്പൺ എന്നാണ്, കാരണം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നോട് കുറച്ച് ബ്രോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധാരണ പ്ലേ സ്റ്റോറിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പകുതി വരെ ഡൗൺലോഡ് ചെയ്തിട്ട് നെറ്റ് തീർന്നു പോയെങ്കിൽ നാളെ ചെയ്യണമെങ്കിൽ ആദ്യം തൊട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ PES നമ്മുടെ ടാപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല. പകുതി വരെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് നാളെ ചെയ്യണമെങ്കിൽ ആ പകുതി തൊട്ട് പിന്നെ തുടങ്ങാം. അതാണ് ഈ ആപ്പിൻ്റെ ഒരു ഗുണം. അപ്പം നമുക്ക് ഈ ചൈനീസ് വേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ ഗെയിംസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ PES 2021 ഇത് ഒഫീഷ്യൽ നമ്മുടെ ഒറിജിനൽ PES, ഇത് PESൻ്റെ ചൈനീസ് വേർഷൻ. അപ്പോൾ PESൻ്റെ ചൈനീസ് വേർഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കുറച്ച് ചൈനയിലൊക്കെ ആയിരിക്കും എഴുതി കാണിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ +91 കുറച്ച് ഫോൺ നമ്പർ അല്ല, ഒരു കൺട്രീസിൻ്റെ ഫോൺ നമ്പർ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ഇവിടെ +91 എന്ന് കാണിച്ചിട്ട് നിങ്ങളുടെ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഒറിജിനൽ PESൻ്റെ അക്കൗണ്ട് ഇങ്ങോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം. അപ്പം ഇതെൻ്റെ നിങ്ങളുടെ ഇവിടെയൊക്കെ ഇംഗ്ലീഷാണ് എഴുതി കാണിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടു, ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ എഴുതിയാണ് പാച്ച്ഡ് ബൈ PES ലെജൻഡ്. അപ്പം ഇതിൻ്റെ ഇംഗ്ലീഷ് പാച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചൈനീസ് ആയതുകൊണ്ട് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം മനസ്സിലാകുന്ന കുറേ പേര് PES നല്ലതായിട്ട് കളിക്കുന്നവർക്ക് എൻ്റെ സെറ്റിങ്സൊക്കെ മനസ്സിലാകും. പക്ഷേ ഞാൻ കുറച്ച് നാളായതേ ഉള്ളൂ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത് പാച്ച് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് പാച്ച്. അത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ അതെങ്ങനെ ചെയ്യുന്നതിൻ്റെ ഞാനിപ്പോൾ കാണിക്കാം. അത് നമുക്ക് ചൈനീസ് സെഷൻ ഇൻ്റർഫേസൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് PESൻ്റെ ചൈനീസ് വേർഷൻ. നമ്മുടെ എല്ലാവരുടെയും പോലെ തന്നെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്.
ഇവിടെയാണ് നമുക്ക് ലെജൻസിനെ നമുക്ക് ഇങ്ങനെ ഇവൻറ്റ് വരുമ്പോൾ നമുക്ക് ലെജൻസിന് ട്രൈ കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഗൈസ്. ഇവിടെ നമുക്ക് 100 പീസ് കിട്ടി. ഇവിടെ ലെജൻസിന് ഒരു പാക്ക് ഉണ്ട്. ആ പാക്കിൽ നമുക്ക് കറക്കാൻ പറ്റും. ഇവിടെ കൊണ്ട് കുറേ ഇതുണ്ട്, ഏജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കറക്കാൻ പറ്റും. പിന്നെ ഒരു വിശദീകരിക്കുന്ന ഒരു വീഡിയോ പിന്നെ ഇടാം. ആദ്യം ഇതിൻ്റെ ചൈനീസ് വേർഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം പാച്ച് ചെയ്യുന്ന വീഡിയോ, ഇതിൻ്റെ പാച്ച് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് പാച്ചാണ്. അപ്പോൾ ചൈനീസിൻ്റെ കുറച്ചൊന്നും എഴുതി കാണിക്കത്തില്ല. നിങ്ങൾക്കത് ഇവിടെ നേരത്തെ കാണാമായിരുന്നല്ലോ, മൈ ടീം സ്ക്വാഡ്, ഇതൊക്കെ ചൈനീസിലായിരുന്നു. അത് നമ്മൾ പാച്ച് ചെയ്തപ്പോൾ മാറിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പാച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ ഡൗൺലോഡ് നൗ എന്ന് വന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ ഡൗൺലോഡ് നൗവിൽ പിടിച്ച് നിൽക്കണം. എന്നിട്ട് അവിടെ ഡൗൺലോഡ് നൗവിൽ പിടിച്ച് നിൽക്കുമ്പോൾ കുറച്ചൊരു ഇത്തിരി 3 to 5 സെക്കൻഡ്സ് എടുക്കും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സേവ് ഫയൽ എന്ന് വന്ന് കാണിക്കും. സേവ് ഫയലിൽ പിടിച്ച് കഴിക്കുക. അപ്പോൾ അടിയിൽ ഡൗൺലോഡ് എന്ന് തന്നെ ഓക്കെ ടിക്ക് കാണിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇസഡ് അർച്ചീവർ എടുക്കുക. ഇസഡ് അർച്ചീവർ എടുത്തിട്ട് ഡൗൺലോഡ്സ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് T260 മൊബൈൽ ഓൾ ACPK എന്ന് പറഞ്ഞാണ് ഈ പാച്ച് കിടക്കുന്നത്. അപ്പം ഇതേ പിടിച്ച് നിങ്ങൾക്ക് കട്ടോ കോപ്പി ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ഡിവൈസ് മെമ്മറി പോവാം, ആൻഡ്രോയിഡ് പോവാം, ഡേറ്റ പോവാം. അപ്പോൾ ഇവിടെ നമ്മുടെ പെസ്സിൻ്റെ ചൈനീസ് വേർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ പെസ്സിൻ്റെ ചൈനീസ് വേർഷൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും com.net.easc.pes. മറ്റേത് നമ്മുടെ PESAM പെസം എങ്ങാണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈനീസ് വേർഷൻ. ഓക്കെ, അതിൽ പിടിച്ച് വെക്കുക. ഫയൽസ് നിൽക്കുക, NetEasy പിടിച്ച് വെക്കുക. CPK ഞെക്കിയിട്ട് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചൈനീസ് വേർഷൻ്റെ ഇത് കിട്ടും. ചൈനീസ് വേർഷൻ ഇംഗ്ലീഷിൻ്റെ അക്ഷരത്തിൽ കിട്ടും, ഞാൻ നേരത്തെ കാണിച്ച പോലെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം കൂട്ടുകാർക്ക് ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ബൈ.